എന്താണ് അളിയ വഴിയരികിലൊരു വായനോട്ടം? ഓ, സഹധർമ്മിണീനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. അയാളോടെ പോയി? അയാളുടെ വീട്ടിൽ മാസത്തിൽ 2 ദിവസം പോകാനുള്ള അനുമതി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കോളേജിലൊക്കെ ഉണ്ടാവുമല്ലേ? അല്ല, നീ കയറിയില്ലേ? എന്തിന്? അതൊരു ജയിലാണ്. അകത്ത് കയറിയ അവളുടെ അച്ഛൻ്റെ വക 100 ചോദ്യം. ലോൺ എന്തായി? EMI അടച്ച? സമ്പാദ്യം വലുതുമായോ? അത്രയല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു? കഴിക്കാതിരുന്നതിനെ പിന്നെയും തുടങ്ങും. അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, പ്രഷർ, ഷുഗർ. എടാ, അതൊക്കെ ഒരു കരുതലല്ലേ? എന്ത് കരുതൽ? തീർന്നിട്ടില്ല. കിടക്കാൻ നേരത്തെ അളിയൻ്റെ വക വേറൊരു ചോദ്യം. ഒരു കുട്ടി മതിയാ? ഇനി ഒരു കുട്ടി വേണ്ടേ? അവൻ്റെ പേരിൽ ഫിക്സർ എന്തെങ്കിലും ഇടുന്നുണ്ടാ? നീ അധികം ചിരിക്കണ്ട. നിന്റെ കല്യാണം കഴിയുമ്പോൾ എല്ലാം മനസ്സിലാവും. ഇപ്പൊ നീ പറയുന്നത് എന്തുവാണ്? ഭാര്യ വീട്ടിൽ പോയി നിൽക്കല്ലോ അല്ലേ? അതെ, അതാകുമ്പോ മരുമകൻ എന്നുള്ള ബഹുമാനവും കിട്ടും. ആരും തോളത്ത് കയറാൻ വരൂല്ല. അല്ല, നീ ഇതെങ്ങോട്ടാ? അളിയനും ചേച്ചിയും വരണം എന്ന് പറയാടാ. വെള്ളയണിയിൽ നല്ല കായൽ മീൻ കിട്ടുമെന്ന് തപ്പി ഇറങ്ങിയതാ. നീ പോകുന്ന കാര്യം വല്ലതും പറയാൻ വന്നതാണ്? അതിനുമാണ്, പക്ഷെ ഇത് മറ്റൊരു സുപ്രധാന കാര്യത്തിനാണ്. അതെന്താടാ? ഞാൻ അറിയാൻ പാടില്ലാത്ത വല്ല കാര്യം വല്ലതുമാണോ? എടാ, നീ അറിയാത്തതായിട്ട് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? ഇത് അതൊന്നുമല്ല, വേറൊരു കാര്യമാണ്. ഞാൻ പറയാം, നീ അഭിപ്രായം പറ. നീ ഒന്ന് കേട്ടിട്ട് അഭിപ്രായം പറ. നിനക്കറിയാലോ അമ്മ ഞങ്ങളെങ്ങനെയാണ് വളർത്തിയെന്നുള്ളത്. തീരുമാനം വളരെ നല്ലതാ. പക്ഷേ ബാക്കിയുള്ളവർ ഇത് എങ്ങനെ എടുക്കുമെന്നറിയില്ലല്ലോ. ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടെ അറിയണം. പക്ഷെ എന്തായിരുന്നാലും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എടുക്കാനല്ലേ. ഇന്നെന്താ സ്പെഷ്യൽ? മോൾ എണീറ്റോ? സിബി എണീറ്റോ? എപ്പോഴേ എണീറ്റു? ഗൂഗിൾ മീറ്റിലാ. ഇതാ ചായ കുടിക്ക്. അതെ, അവനെവിടെ? അവൻ കായൽ മീനുണ്ടോന്നറിയാൻ പോയതാ. ആണോ? അതെ, കുഞ്ഞമ്മയൊക്കെ വരാറുണ്ടോ? എവിടെ വരാനാ, ഇടയ്ക്കൊന്ന് വിളിക്കും. പിന്നെ കാണണമെന്ന് തോന്നുമ്പോ വീഡിയോ കോൾ ചെയ്താലായി. ജീവന്റെ വിസയുടെ കാര്യം എന്തായി? ബോംബെയിലെ ഇന്റർവ്യൂ ഒക്കെ ശരിയായിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇനി എല്ലാം ശരിയാവും. ഏട്ടൻ പറയണത് ഇത്രയും പഠിച്ച സ്ഥിതിക്ക് അവനെന്തിനാ ഈ റിഗിലൊക്കെ വർക്ക് ചെയ്യാൻ പോണെന്നാ. അത് അപകടം പിടിച്ച ജോബാന്ന് അമ്മ പറയണേ. 3 മാസം കൂടുമ്പം അവൻ പറയുന്നത് 1 മാസത്തെ ലീവ് കിട്ടുമെന്നാ. പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ. അതെനിക്കിട്ടുള്ള ഒരു കുത്താണല്ലോ അമ്മ. ഞാൻ എന്തിനു നിന്നെ കുത്തണം? അല്ലേലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, സ്വന്തം കാര്യമാണ് നോക്കണെന്നൊക്കെ ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ട്. അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. എല്ലാരും എൻ്റെ സാഹചര്യം കൂടെ മനസ്സിലാക്കിയ കൊള്ളാം. മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയണ്ട. ഞാൻ നിന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നിന്റെ സാഹചര്യം നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഇതിലും വലിയ സാഹചര്യത്തിലൂടെ കടന്നു പോയവളായി ഞാൻ. അവനൊഴിച്ചു കൊടുക്കും. അല്ലമ്മ, ഇതെന്താ ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? എനിക്കൊന്നും അറിയില്ല. എല്ലാം അവന്റെ പ്ലാനാ. അവൻ തന്നെ എല്ലാം തീരുമാനിക്കുകയും ചെയ്യുന്നതാ. അവന് കൊണ്ട് കൊടുക്കും. അമ്മ കുടിച്ചോ? എന്താണ് പതിയില്ലാത്തൊരു ടെൻഷൻ മുഖത്ത്? അല്ല, നമ്മളോട് എന്തിനാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് അമ്മയൊന്നും അങ്ങോട്ട് വിട്ട് പറയുന്നില്ല. അവൻ വരട്ടെ എന്നിട്ട് പറയാന്നാ പറയണേ. ഞാൻ അമ്മാവനെ വിളിച്ചു ചോദിച്ചു. അമ്മാവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതിപ്പോ ചിന്തിക്കേണ്ട ആവശ്യം എന്താണ്? മിക്കവാറും പ്രോപ്പർട്ടി പാർട്ടീഷന്റെ കാര്യം സംസാരിക്കാനായിരിക്കും. വേറെന്തുവാ? അതിന് ഇത്ര രഹസ്യ സ്വഭാവം വെക്കേണ്ട കാര്യം എന്താ? ആൾക്ക് ഇത്ര എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ളതല്ലേ. വാക്കാലല്ലേ പറഞ്ഞിട്ടുള്ളൂ സീമേ.
ഇത് ചിലപ്പോൾ ജീവൻ്റെ പെൺവീട്ടുകാർ പറഞ്ഞിട്ടായിരിക്കും. നീ അല്ലേ ഇനി അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഷെയറിൻ്റെ 3/4 ഭാഗം അവനായിരിക്കും അവകാശപ്പെട്ടത്. അയ്യടാ, ആ വെള്ളം ഈ അടുപ്പിൽ വേവത്തില്ല. എനിക്ക് സ്ത്രീധനമൊന്നും തന്നിട്ടില്ലല്ലോ. എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടിയിരിക്കണം. അമ്മയെ നോക്കുന്നവർക്കേ തരുള്ളൂ എന്ന് ജീവൻ പറഞ്ഞ. ആഹാ, വീട്ടിൽ ആരാണോ അയാളാണ് അമ്മേനെ നോക്കേണ്ടത്. എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടതാ. എനിക്ക് പോകുന്നിടത്തൊക്കെ അമ്മേനെയും കൂട്ടിയിട്ട് പോകാൻ പറ്റുമോ? ചേട്ടാ, അവള് ചോദിക്കുന്നു എന്താ കാര്യമെന്ന്. അമ്മ എന്താ പറഞ്ഞു? മറ്റുള്ളവരറിഞ്ഞാൽ നാണക്കേടല്ലേ മോനെ, ഇത് വേണോ? അമ്മ, മറ്റുള്ളവരടുത്ത് ചോദിച്ചിട്ടാണ് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. എടാ മോനെ, സീമയുടെയും സിബിയുടെയും കാര്യം ആലോചിച്ചിട്ടാ. അമ്മ, നമ്മൾ ആലോചിക്കും പോലെ അവരെതിർ നിന്നില്ലെങ്കിലോ? എടാ, സീമയുടെ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുക. അവളെ വിഷമിപ്പിച്ചിട്ട് വേണോ ഇത് ചെയ്യാൻ? അമ്മ, ചേച്ചി അളിയനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ ആരെങ്കിലും എതിരെ നിന്നു. അവളുടെ സന്തോഷമാണ് വലുതെന്ന് പറഞ്ഞ് നമ്മൾ കെട്ടിച്ചു കൊടുത്തല്ലേ ഉള്ളൂ. എടാ മോനെ, അതുപോലാണോ ഇത്? എനിക്ക് അമ്മയുടെ സന്തോഷമാണ് വലുത്. ഇതോടെ എന്റെ സന്തോഷം മൊത്തം തീരുമെന്നാ തോന്നുന്നത്. അങ്ങനെ അമ്മയുടെ സന്തോഷം ഇല്ലാതാക്കാൻ ഞാൻ ആരെയും സമ്മതിക്കൂല. നീ ആരെടുത്തും വഴക്കിന് നിൽക്കണ്ട. അമ്മ, നാളെ അമ്മാവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് അമ്മ കരഞ്ഞ് സീനാക്കാതിരുന്നാൽ മതി. ചേച്ചി, എങ്ങോട്ടാ ഒരുങ്ങിയൊക്കെ? ഓണമൊക്കെ അല്ലേടി, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാന്ന് ചോദിച്ചു. ഓ, നീ എവിടെ പോയിട്ട് വരുന്നു? ഞാൻ കുറച്ച് സാധനം വാങ്ങിട്ട് വരുന്ന വഴിയാ. നമ്മുടെ ജലടീച്ചറിന്റെ മോള് വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് മീനച്ചാറും നാരങ്ങയൊക്കെ വേണോന്ന് പറഞ്ഞു. അതൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പോയതാ. എന്നിട്ട് ഇട്ട് കൊടുത്തോ? ഓ ഇല്ല, ടീച്ചർ പൈസ തന്നു വിട്ടു. വീട്ടിലിട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ആ, എന്താടി പെൺകൊച്ചു പെട്ടെന്ന് വന്നത്? വല്ല ഭാഗം വെക്കൽ വല്ലതും ഉണ്ടോ? ഇത് അതൊന്നും അല്ല. പിന്നെ ഞാൻ ടീച്ചറിന്റെ മോന്റെ റൂം ഒന്ന് തൂക്കാൻ കയറിയായിരുന്നു. അപ്പൊ ആ ചെക്കൻ ആരോടോ ഫോണിൽ സംസാരിക്കുന്ന കേട്ടു. എന്തോ കല്യാണമെന്നോ ഇതൊന്നും ലോകത്ത് നടക്കാത്ത കാര്യമാണോ എന്നൊക്കെ. അതിനാ ചെറുക്കന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുമല്ലേ, അതായിരിക്കൂടി. ചേച്ചി, എനിക്ക് ആ ചെക്കന്റെ സംസാരം കേട്ടിട്ട് അങ്ങനെയൊന്നല്ല തോന്നിയത്. പിന്നെ ചേച്ചി ഇത് ആരോട് പറയാനൊന്നും നിൽക്കണ്ട. ഞാൻ ആരോടൊന്നും പറയാൻ പോകുന്നു, നീ പറ. എനിക്കൊരു സംശയം മാത്രമേ ഉള്ളൂ. ടീച്ചറിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണോ ഉദ്ദേശിക്കുന്നേ എന്ന് എനിക്കൊരു ചെറിയ സംശയം. ഇത് നല്ല കൂത്തു. വയസ്സാം കാലത്താണോ അവര് കല്യാണം കഴിക്കാൻ പോകുന്നത്? നീ കേട്ടതിന്റെ കുഴപ്പമാണ്. അല്ലെന്നേ, പിന്നെ സാധാരണ മോളും മരുമോനൊക്കെ വന്നു കഴിഞ്ഞാൽ ടീച്ചറിന് നല്ല സന്തോഷമൊക്കെ ഉള്ളതാ. ഇന്നിപ്പോ ആ സന്തോഷമൊന്നുമില്ല, ഒരു പ്രസരിപ്പും ഇല്ലാണ്ട് വെറുതെ ആകെ വിഷമിച്ചു അങ്ങ് മ്ലാനതയായിട്ടങ്ങ് ഇരിക്കുക. എന്നാൽ ഈ പ്രായത്തിൽ കല്യാണം എന്നൊക്കെ പറഞ്ഞാലേ നാട്ടുകാരൊക്കെ അറിഞ്ഞ് നാണക്കേടല്ലേ? ഓ, എന്തോന്ന് നാണക്കേട്? ലോകത്ത് നടക്കാത്ത സംഭവമൊന്നും അല്ലല്ലോ. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ആ മോനും കൂടി ജോലി കിട്ടി പോയി കഴിയുമ്പോ ടീച്ചറിന് പിന്നെ ആരുണ്ട് ഒരു കൂട്ടിന്? കെട്ടണമായിരുന്നെങ്കിലേ അവര് ഭർത്താവ് കളഞ്ഞിട്ട് പോയപ്പോ കെട്ടണമായിരുന്നു, അല്ലാതെ ഈ വയസ്സാം കാലത്തല്ല. എന്റെ ചേച്ചി, അന്ന് ടീച്ചറിന്റെ കൂട്ടിന് മക്കളൊക്കെ ഇല്ലേ? അവര് മക്കളെ നല്ല നിലയിൽ എത്തിക്കുകയും ചെയ്തു. മരുമോനും മോളും ഒക്കെ സമ്മതിക്കൂടി? അക്കാര്യത്തിലാണ് എനിക്കും ഒരു സംശയം. ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ ആരെ കണ്ടാലും നോക്കത്തുമില്ല, മുന്നേ പോയി നിന്നാ പോലും പരിചയമില്ല. മരുമോൻ അവനെ പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടാ. ഏത് നേരം നോക്കിയാൽ ലാപ്ടോപ്പ് നോക്കി ഇരിക്കുന്നതാണ്. അല്ല വീനെ, ആ ചെറുക്കന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുമല്ലേ? ആ ചെറുക്കൻ കല്യാണം കഴിച്ച ആ പെണ്ണില്ലേ കൂട്ടിനവർക്ക്? എന്റെ ചേച്ചി, അവൾക്ക് ഏത് സർക്കാർ ജോലി എങ്ങാണ്ടോ ഉണ്ട് കാസർഗോഡ്. കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞോണ്ട് അവൾ ആ ജോലി ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിൽക്കുവോ? എല്ലാം കേട്ടട്ടെ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. എന്റെ അഭിപ്രായത്തില് ടീച്ചറിനൊരു കൂട്ട് വേണമെന്ന. അത്രയ്ക്ക് പാവാ ടീച്ചർ. എനിക്ക് എന്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? എന്റെ അഭിപ്രായത്തിൽ ഈ വയസ്സാം കാലത്ത് ഇതൊന്നും വേണ്ടായിരുന്നത്. വയസ്സാം കാലത്താ ചേച്ചി ശരിക്കും ഒരു കൂട്ട് വേണ്ടത്. എന്നാൽ ഇത് പുറത്തറിഞ്ഞാലേ മുതുകുത്ത നേരിടി എല്ലാരും പറയത്തുള്ളൂ. പിന്നെ അങ്ങനെ നാട്ടുകാരെല്ലാം തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റുമോ ചേച്ചി? ആ, എന്തെങ്കിലും ആവട്ടെ. ശരി വീനെ, ഓക്കെ. ഒരാൾക്ക് നല്ലത് വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഇതൊരു സാധനം ഇത്.
ശിവ, നീ എന്നാ തിരിച്ചു പോന്നെ? ഞാൻ നെക്സ്റ്റ് വീക്ക് പോവും. 10 ഡേയ്സിന്റെ ലീവിന് വന്നതാ. ടിക്കറ്റിനൊക്കെ എന്താ വില? ഇതിപ്പോ വന്നിട്ട് 2 ദിവസമായി, ആരും ഒന്നും പറയുന്ന കേൾക്കണില്ല. ചേച്ചി ഒന്നും അല്ലെങ്കിലും ചേച്ചി സ്വന്തം വീട്ടിലല്ലേ നിൽക്കുന്നത്, പിന്നെ എന്തിനാ ഈ വെപ്രാളം കാണിക്കുന്നത്? അതായത് അവളുടെ കൂടെ വീടല്ലേ, അവള് പറയണ്ട ഈ വീട്ടിൽ എന്താ സംഭവിക്കണ്ടെന്ന്. ഈ കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്, പ്രത്യേകിച്ചും അമ്മേ. ആ, ഇത് ഞാൻ പറഞ്ഞു തന്നെ ചേട്ടാ. ഇവൻ ജോലിക്ക് പോകുമ്പോ അമ്മേനെ നമ്മൾ നോക്കണം, അത്രേ ഉള്ളൂ. ആ ഉദ്ദേശത്തിന്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ ചേച്ചി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക, ഞാൻ വിദേശത്ത് ജോലിക്ക് പോകുമ്പം അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് നിർത്തോ? ചോദിച്ചതിന് മറുപടി പറയട്ടമ്മ. എന്റെ ജീവ, എനിക്ക് അമ്മേനെ നോക്കുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഞാൻ ഇവിടെ ആണെങ്കിൽ. ഇതിപ്പോ ഞാൻ അവിടെ ആവുമ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവത്തോണ്ടാ. എന്തോന്ന് സിറ്റുവേഷൻ ചേച്ചി? കഴിഞ്ഞ 1.5 വർഷമായിട്ട് അളിയന്റെ മമ്മി കൂടെ തന്നെയല്ലേ ഉള്ളത്? നീ വെറുതെ പഴംപുരാണം പറയാതെ നിന്റെ മനസ്സിൽ എന്താന്ന് പറ. പഴംപുരാണം അല്ല അമ്മാവ, ഞാൻ ഇനി പറയാൻ പോകുന്നത് അങ്ങോട്ട് നടക്കേണ്ട കാര്യങ്ങളാണ്. അമ്മയുടെ 24ാമത്തെ വയസ്സിലാണ് അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നത്. അന്ന് അമ്മാവനടക്കം പലര് പറഞ്ഞിട്ടും അമ്മ വീണ്ടും ഒരു വിവാഹം കഴിച്ചില്ല. അമ്മ അന്ന് മുതൽ നമുക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അമ്മ പഠിപ്പിക്കാൻ പോകുന്നിടത്തൊക്കെ തൊട്ടിൽ കെട്ടി ഞങ്ങളെ ഉറക്കിയിട്ടാ അമ്മ പഠിപ്പിക്കാൻ കയറണത്. ആ പഴയ കാര്യങ്ങളൊക്കെ ചേച്ചിക്കും അറിയാവുന്നുള്ളതാണ്. പക്ഷെ എന്റെ പേരിലൊരു സംസാരം വേണ്ട. എനിക്കറിയാം എന്റെ കാര്യം നോക്കാൻ. നിങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നാ മതി. അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല. അതാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നീ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. ഇനി അമ്മയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു കൂട്ട് വേണം. അതായത് അമ്മയെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് കൊള്ളാം. ഈ വയസ്സാം കാലത്താ ആളുകൾ കേട്ടാ ചിരിക്കും. അവളിവിടെ ഒറ്റയ്ക്കാണെങ്കിൽ വല്ലപ്പോഴും ഞാൻ ഇവിടെ ഒന്ന് നോളാം, അല്ലെ അവൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും. അമ്മാവ ഇടയ്ക്കിടയ്ക്കല്ലാതെ സ്ഥിരമായിട്ട് പറ്റത്തില്ലല്ലോ. ഒന്നെങ്കിൽ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അമ്മാവ ഇങ്ങോട്ട് വന്ന് നിൽക്കണം. കൊള്ളാം, തീരുമാനം എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ അമ്മ ഇന്നലെ ഞാൻ ഇത്രയും പ്രാവശ്യം ചോദിച്ചിട്ട് അമ്മ കമാന്നൊരു അക്ഷരം മിണ്ടിയോ? തീരുമാനം നിന്റെയാണോ അതോ അമ്മയുടെയോ? എന്റെ മോളെ, ഞാൻ ഇതൊന്നും അറിയുന്നില്ല. അവൻ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ തന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. പക്ഷെ അവൻ കേക്കണ്ടേ? വളർത്തി വലുതാക്കിയാൽ ഇത്രയും വലിയ ശിക്ഷ വേണ്ടായിരുന്നു. അമ്മയല്ല നമ്മളെ ശിക്ഷിക്കുന്നത് ചേച്ചി, നമ്മളല്ലേ അമ്മയെ ശിക്ഷിക്കുന്നത്. ചേച്ചീനെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ നമ്മൾ ഓരോ കാര്യം നോക്കി അങ്ങ് പോവും. അപ്പോഴൊക്കെ അമ്മ ഒറ്റയ്ക്കാണ്. എടാ മോനെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നീ ഒരു പെണ്ണ് കിട്ടായിരിക്കുമല്ലേ? നീ ഗൾഫിൽ പോണതിന് മുമ്പ് അവളെയും കിട്ടി അമ്മയുടെ കൂടെ ഉണ്ടാക്കുക. എന്താ കുഴപ്പം? അമ്മാവ, സ്വന്തം മകള് തന്നെ അമ്മയെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം വന്നു കയറുന്ന പെണ്ണ് നോക്കണമെന്ന് പറയുന്നത് ശരിയാണോ? എന്തായാലും അളിയൻ്റെ ഈ തീരുമാനത്തോട് ഞാൻ 100% യോജിക്കുന്നു. നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. എന്നാൽ നമ്മൾ ആരും അത് ചെയ്യുന്നത് പോലും. അത് കാരണമാണ് ഇവിടെ പല ഓൾഡ് ഏജ് ഹോമുകളും അന്തേവാസികൾ കൂടിക്കൊണ്ടുവരുന്നത്. അമ്മയോട് ചോദിച്ചാൽ ഇത് ഒരിക്കലും നടക്കില്ലെന്നറിയാം.
അമ്മ കുഞ്ഞിലെ ഞങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇതും അതുപോലെ ഒരു ത്യാഗമായിട്ട് അങ്ങ് സഹിച്ചാൽ മതി. എന്തായാലും മംഗളകരമായി നടക്കട്ടെ. നീ ആരെയും നോക്കി വെച്ചേക്കുന്നേ? ആരായാലും ഈ അമ്മയുടെ മോൻ കണ്ടുപിടിക്കുന്നത് മോശമാവില്ല, അതെനിക്ക് ഉറപ്പാണ്.